എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്ന ആൾക്കാരുടെ എന്താണ് കിട്ടുക എന്നുള്ള പ്രതീക്ഷകളെ ഒന്ന് ഉം. കട്ടു സൈസ് ആക്കേണ്ടതും എൻ്റെ ഒരു ജോലിയായിട്ട് മാറിയിട്ടുണ്ട്. മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു ആശയവുമായി നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അസസ് ചെയ്യും. ഉം. ഒരാശയവുമായി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ലക്ഷം രൂപ എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം ഇതെല്ലാം ഞാനും വീണയും മറ്റുള്ള നാട്ടുകാരും എല്ലാം അടയ്ക്കുന്ന ടാക്സ് പേയേഴ്സ് മണിയാണ് നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്നത്. ചെലവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉം. നമ്മൾ കൊടുക്കുന്ന കാശിൽ നിന്ന് ഒരു കമ്പനിയോ അതിൽ നിന്ന് തൊഴിലുകളോ അതിൽ നിന്ന് വെൽത്തോ ക്രിയേറ്റ് ചെയ്യപ്പെടണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കൂടി നമുക്കുണ്ട്. ഉം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് അസസ് ചെയ്യുന്നത്? ഈ വരുന്ന ആൾക്ക് ഉം. ഈ ആശയത്തിനെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുമോ? ഒരു ഉൽപ്പന്നത്തിൻ്റെയോ ഒരു സേവനത്തിൻ്റെയോ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അസസ്മെൻറ്റ് നമ്മൾ നടത്തും. ഉം. ആ നടത്തലിൻ്റെ ഭാഗമായി ഈ വരുന്നതിൽ നിന്നും പ്രോബബ്ലി ഒരു 80-90% ആൾക്കാർ ഉം. ഒഴിവാക്കപ്പെടും. ഉം. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന ആശയം ഉം. വെച്ച് ഞാനൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും അത് വിജയിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് ഉം. നിങ്ങൾക്കിത് കിട്ടാതെ പോകുന്നത്. ഉം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാശയവുമായി തിരിച്ചു വരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് ഓൾവേസ് പിവട്ട് ആൻഡ് തിങ്ക്. ഈ പലപ്പോഴും ആശയങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലൊരു ആശയം കടന്നുകൂടി കഴിഞ്ഞാൽ ഉം. അതിനെ വിട്ടുപിടിക്കാൻ പിന്നെ നമ്മൾ അങ്ങനെ തയ്യാറാവില്ല. ആ. നമ്മൾ അതിലിങ്ങനെ ആ. ഇല്ല, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ എൻ്റെ ആശയം അടിപൊളി ആശയമാണ്, ഞാൻ അതിൽ പിടിച്ചു തന്നെ നിൽക്കും അതെ. എന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അതൊന്നും എൻ്റർപ്രനോർ ട്രേറ്റ്സ് അല്ല. ഉം. ഉം. നമ്മൾ മാറാൻ